റസാഖൊക്കെ നമ്മളെ ചങ്കാണ്. ചങ്കിനെ വിട്ടാണ്ട് കളിയില്ല. ചങ്കിനും വേണ്ടി നമ്മൾ എന്തും ഏത് നിലക്കും പോരാടും. ഈ ഇടത് രാഷ്ട്രീയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടത് വലത് എന്നല്ല, റസാഖ് ഭായ് എയിലാണോ അതാണ് നമ്മൾ. ആ ഇടതോ വലതോ ആയിട്ടല്ല, ഇത് നമ്മളെ മുത്താണ്. ഈ മുത്തിനെ നമ്മൾ സംരക്ഷിക്കേണ്ട നമ്മളെ ബാധ്യത, നമ്മളെ കടമയാണ്. വയനാട് ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു മുഖമാണ് NMR-ൻ്റെ. കാരണം വയനാട് ദുരന്തത്തിലെ 28 ദിവസം കമ്മ്യൂണിറ്റി കിച്ചണിൽ അദ്ദേഹം അവിടുത്തെ മുഴുവൻ സമയ പ്രവർത്തകരും ആ 28 ദിവസം ഏകദേശം 2.5 ലക്ഷം പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണ വിതരണത്തിൽ മുൻപന്തിയിൽ നിന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പാലക്കാടിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അവിടെ ഇരിക്കാനാവില്ല. ഞങ്ങളുടെ മണ്ഡലത്തിലൊക്കെ പണിയുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ ജയിപ്പിച്ചാൽ 100% പറയുന്നു പാലക്കാട്ടുകാർക്ക് തെറ്റുപറ്റില്ല. കാരണം നിങ്ങളറിയാത്തൊരു NMR ഉണ്ട് ഈ മനുഷ്യനിൽ. കാരണം ലോകമറിയുന്ന, കേരളത്തിലാകെയുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായൊക്കെ ലോകമറിയുന്നൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹം വിജയിക്കണം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ എല്ലാവരോടും വന്നത്. വയനാട് വയനാട് ജില്ലാ പ്രസിഡന്റാണ് കേച്ചാർ. അതെ. സംഘടന പൂർണ്ണമായി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ സംഘടന കിട്ടിയ വലിയൊരു അംഗീകാരമാണിത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടൊരു സംഘടനയാണിത്. ആവശ്യങ്ങൾ അറിയിക്കാനും കൂടി. വിഷയങ്ങൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് ഹോട്ടൽ അസോസിയേഷന്. അതിൻ്റെ പൾസാണ് ഞങ്ങളെ റസാഖ് ഭായി. അപ്പോൾ റസാഖിനെ അംഗീകരിക്കുന്നു. അത്ര ഒരു വലിയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിലേക്ക് നിൽക്കുന്നു എന്നൊക്കെ ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ശബ്ദമായി മാറാൻ റസാഖിന് കഴിയും. റസാഖ് പാലക്കാട്ടേക്ക് വന്ന മൂലം ഒരു ഡീൽ ആരോപണങ്ങളാണ്. റസാഖിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഒരു ഡീലാണെന്നുള്ളത്. അതൊക്കെ രാഷ്ട്രീയങ്ങളാണ്. ഞങ്ങൾക്കതൊന്നും നല്ല പ്രശ്നം. ഞങ്ങൾക്ക് റസാഖ് ജയിക്കണോ, ഞങ്ങൾക്ക് റസാഖ് സഭയിൽ വേണോ, ഞങ്ങളെ മുഴുവൻ ശബ്ദമായി, കേരളീയരുടെ മുഴുവൻ ശബ്ദമായിക്കൊണ്ട് മാറണം. മറ്റേതൊക്കെ വലിയ വലിയ രാഷ്ട്രീയങ്ങൾ പറയാനൊന്നും ഞങ്ങൾ അർഹരല്ല. കേച്ചാറുടെ പൂർണ്ണ പിന്തുണ ഇതിനൊപ്പം തന്നെ പാലക്കാട്ടുകാരുടെ പിന്തുണ അതേപോലെ ഉണ്ടാവുന്നതാണ്. എല്ലാം പരിപൂർണമായ അത് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കേരളത്തിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഏക സ്ഥാനാർത്ഥിയാണ്. ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. കാരണം അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. NMR-നെ സംബന്ധിച്ചോളം ഞങ്ങളങ്ങനെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല. അദ്ദേഹം ജയിക്കേണ്ട സ്ഥാനാർത്ഥി, നിയമസഭയിൽ ഉണ്ടാകേണ്ട ഒരാളാണ്. അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് മനുഷ്യന്. പാലക്കാട്ടുകാർ അത് തിരിച്ചറിയണം ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം